അപ്പൊ ഇന്നലെ നമ്മുടെ കൈലിയട്ടാവിൽ 5-ാം വേലയാണ്. 5-ാം വേല കാണാൻ പോയപ്പോ ഗാനമേള ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അമ്പലത്തിൽ പരിപാടികളൊക്കെ ദിവസം ഉണ്ട് കേട്ടോ. ഞങ്ങളിപ്പോ ഇന്ന് ഗാനമേള ഉണ്ടെന്ന് പറഞ്ഞപ്പോ അങ്ങനെ പുറപ്പെട്ടതാണ് കേട്ടോ. ഈ ഭാഗത്ത് നിന്ന് തേരുണ്ടാവാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ഗാനമേളയുടെ സ്ഥലത്തെത്തിട്ടോ. ഒരുപാട് ജനങ്ങളായിരുന്നു കേട്ടോ കാണാൻ തന്നെ. ഗാനമേള എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഗാനമേള ഇഷ്ടമാണല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ണീസ് നമ്മുടെ അമ്മായിയുടെ അടുത്തേക്ക് ഓടിയിട്ടുണ്ട് കേട്ടോ. അവൾക്ക് അമ്മായിനെ കിട്ടിയാൽ മതി. അപ്പൊ ഞാനും അനുമോളും ഏട്ടനും കൂടി അവിടെ നിന്ന് കാണുകയാണ് കേട്ടോ. സീറ്റൊന്നുമില്ല, അത്ര തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങള് കുറച്ച് പേരൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരത്തെ എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 9 മണിയുടെ ഉള്ളിലൊക്കെ ഞങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഗാനമേള കഴിഞ്ഞപ്പോഴേക്കും ഒരു 10:30 മണിയായപ്പോഴേക്കും ഞങ്ങൾ പോന്നു കേട്ടോ. എല്ലാ കൊല്ലവും ചേച്ചിയുടെ ഒരു വിളി വരും കേട്ടോ ഗാനമേള ഉള്ള സമയത്ത്. ഞങ്ങൾ അങ്ങോട്ട് പോയേട്ടനാണെങ്കിൽ ഗാനമേള എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടാട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരമൊക്കെ കണ്ടു കേട്ടോ. ബോറടിക്കൊന്നും ചെയ്തില്ല, നല്ല അടിപൊളി ഗാനമേളയായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ കുറച്ചു നേരമൊക്കെ നിന്നപ്പോഴേക്ക് ബോറടിക്കാതെ അങ്ങനെ കുറെ നേരമൊക്കെ കണ്ടു നിന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ വന്ന് അടുത്തത് നമുക്ക് ഐസ്ക്രീം കഴിക്കണ്ടേ. അപ്പൊ അങ്ങനെ ഐസ്ക്രീമിന്റെ അവിടേക്ക് പോയിട്ടോ. ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ കഴിച്ചു. പിന്നെ ചേച്ചിക്ക് ഭയങ്കര മടിയാട്ടോ വീഡിയോ എടുക്കുമ്പോൾ, കാണാതെ വീഡിയോ എടുത്തതാണ്. അപ്പൊ അങ്ങനെ പോരുന്ന വഴിക്ക് പാപ്പനെ കണ്ടപ്പോൾ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ എപ്പോഴെങ്കിലും അല്ലേ കാണുള്ളൂ. അപ്പൊ നമ്മുടെ പാപ്പൻ എന്ന് പറഞ്ഞാൽ കൈലിയാട് പൂര കമ്മിറ്റീന്റെ സെക്രട്ടറി കേട്ടോ. പിന്നെ പഞ്ചായത്ത് മെമ്പറും ആണ്. പിന്നെ സ്വന്തമായിട്ട് നമ്മളെ റേഷൻ കടയുണ്ട്.